അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ കണ്ണിലെ കരടാണ് ബംഗ്ലാദേശ് സർക്കാരിന്റെ ചുമതലയുള്ള മുഹമ്മദ് യൂനിസ്. അദ്ദേഹത്തിനെതിരായ നടപടികൾ ശക്തമാക്കുന്നതിനിടെയാണ് യൂനിസിന്റെ മകൾ ട്രംപിന്റെ സംശയത്തിന്റെ നിഴലിൽ വന്നിരിക്കുന്നത്. പ്രസിഡന്റ്സ് കമ്മിറ്റി ഓൺ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്ന കലാ-സാംസ്കാരിക കമ്മിറ്റിയിൽ അംഗമായിരുന്നു മോണിക്ക. ജോ ബൈഡന്റെ ഓഫീസിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ചുമതലയുണ്ടായിരുന്ന കമ്മിറ്റിയാണിത്. ബൈഡന്റെ കാലത്ത് ഈ കമ്മിറ്റി കലയ്ക്കപ്പുറം രാഷ്ട്രീയ ഇടപെടലുകളുമായി സജീവമായി രാഷ്ട്രീയ പക്ഷപാതിത്വമുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ഇതിനെല്ലാം പിന്നിൽ യൂനിസിന്റെ മകൾ മോണിക്കയാണെന്നാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടത്തിന്റെ കണ്ടെത്തൽ. ഗായികയാണെന്ന പരിഗണനയിലാണത്രേ മോണിക്ക പ്രസിഡന്റ് കമ്മിറ്റി ഓൺ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കമ്മിറ്റി അംഗത്വത്തിന് അർഹയായത്. പ്രസിഡന്റിന്റെ ഓഫീസ് പാലിക്കേണ്ട നിഷ്പക്ഷത കളഞ്ഞുകുളിച്ചതിൽ മോണിക്കയ്ക്ക് പങ്കുണ്ടെന്നാണ് പ്രധാന ആരോപണം. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചത് ആരോപണം ഉയർന്നതിന് പിന്നാലെ സംഘടനയുടെ വെബ്സൈറ്റ് അപ്രത്യക്ഷമായതാണ്. US പ്രസിഡന്റിന് കലയെക്കുറിച്ചും മറ്റും ഉപദേശം നൽകുന്ന സമിതിയായാണ് ഇതറിയപ്പെടുന്നത്. ഈ സംഘടനയുടെ വക്താവെന്ന പദവിയാണ് മോണിക്കയ്ക്ക് നൽകിയിരുന്നത്. നേരത്തെ ഹിലരി ക്ലിന്റനു വേണ്ടി പ്രവർത്തിച്ചതാണ് യൂനിസിനെ പ്രസിഡന്റിന്റെ കണ്ണിലെ കരടാക്കി മാറ്റിയത്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ മോണിക്കയ്ക്കെതിരെ തെളിവ് കണ്ടെത്തുന്നത്. 2016 ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനെതിരെ മുഹമ്മദ് യൂനിസിനെ പിന്തുണച്ചുകൊണ്ട് ശക്തമായ കരുനീക്കങ്ങൾ ഹിലരി ക്ലിന്റൺ നടത്തിയിരുന്നു. അഴിമതി, സാമ്പത്തിക കുറ്റകൃത്യം തുടങ്ങിയ ആരോപണങ്ങളിൽ നിന്ന് മുഹമ്മദ് യൂനിസിനെ രക്ഷിക്കാൻ ഹിലരി ക്ലിന്റൺ അന്ന് US ആഭ്യന്തര വകുപ്പിന്റെ സഹായത്തോടെ ലോകബാങ്കിന്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ തന്നെ ബംഗ്ലാദേശിൽ നിയോഗിച്ചിരുന്നുവെന്നാണ് പുറത്തുവരുന്ന ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം. കൂടാതെ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥികളുടെ കലാപത്തിന് കർട്ടന് പിന്നിലിരുന്ന് രഹസ്യമായി നേതൃത്വം നൽകിയത് മുഹമ്മദ് യൂനിസ് ആണെന്നാണ് ട്രംപ് ഭരണകൂടം പറഞ്ഞിരിക്കുന്നത്. ഈ സമയത്തെല്ലാം മുഹമ്മദ് യൂനിസിനെ സഹായിക്കുന്ന രീതിയിൽ പ്രസിഡന്റ്സ് കമ്മിറ്റി ഓൺ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പ്രവർത്തിച്ചിരുന്നതായാണ് വിമർശനം. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകിയത് മുതൽ ഇന്ത്യയുമായി ബംഗ്ലാദേശ് അത്ര രമ്യതയിലല്ല. ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്നത് അടക്കമുള്ള സകല ആവശ്യങ്ങളും ഇന്ത്യ നിഷേധിച്ചതിന് പിന്നാലെ പാകിസ്ഥാനും ചൈനയ്ക്കുമൊപ്പം ചേർന്ന് ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ് പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നാണ് വിവരം. അതിനിടെയാണ് ബംഗ്ലാദേശിനെതിരെ കടുത്ത നടപടികളുമായി ട്രംപ് മുന്നോട്ടു പോകുന്നത്. ഇതിന്റെ ഭാഗമായി മുഹമ്മദ് യൂനിസിന്റെ കീഴിലുള്ള ഇടക്കാല ബംഗ്ലാദേശ് സർക്കാരിന് നൽകി വരുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങളും നിർത്തലാക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് അമേരിക്ക. കരാറുകളും ഗ്രാന്റുകളും ഉൾപ്പെടെ എല്ലാ സഹായ പദ്ധതികളും അവസാനിപ്പിക്കാനാണ് ട്രംപ് സർക്കാരിന്റെ നീക്കം. ബംഗ്ലാദേശിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ US-ൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കാതാകുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. യൂനിസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ സംബന്ധിച്ചും ഇത് വലിയ തിരിച്ചടിയാണ്. സഹായം നിലച്ചതോടെ വലിയ വെല്ലുവിളികളെ രാജ്യം അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന സ്ഥിതിയിലേക്കാണ് ബംഗ്ലാദേശ് നീങ്ങുന്നത്. വിദേശ രാജ്യങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ നിർത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനമാണ് ബംഗ്ലാദേശിനും തിരിച്ചടിയാകുന്നത്. മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല സർക്കാരിനുള്ള എല്ലാ സഹായങ്ങളും നിർത്തിവെക്കാൻ ട്രംപ് ഉത്തരവിട്ടു. കോൺട്രാക്റ്റുകൾ, ഗ്രാന്റുകൾ, സഹകരണ കരാറുകൾ എന്നിവയെല്ലാം നിർത്താൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. രാഷ്ട്രീയ പ്രതിസന്ധിയെ തുടർന്നുണ്ടായ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിൽ വലയുന്ന ബംഗ്ലാദേശിന് കനത്ത തിരിച്ചടിയാണ് പുതിയ തീരുമാനം.